സെക്കൻഡ് മാരേജ് ആണ്, എനിക്കൊരു മോനുണ്ട്. അപ്പൊ ഫ്രണ്ട്സുകളെ തിരഞ്ഞെടുക്കണ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫ്ലോപ്പ് ആയിക്കുന്നത്. പ്രേമാണോ ഇനി അറിയുന്നവരെന്നെയാണ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫാമിലി എതിർപ്പുണ്ടായിരുന്നോ നിങ്ങളുടെ മാരേജിന്? അതിനൊക്കെ നല്ല കെട്ടിക്കൂടി ചൂടാവില്ലേ? മുന്നേ ഇജ്ജൊന്ന് പെരയിൽ നിന്ന് പോയിട്ട് പെണ്ണുങ്ങളോടൊന്ന് മര്യാദക്ക് ഒരു 10 സംസാരിക്കും. ഇതിനൊക്കെ താങ്ങി നടക്കുന്ന പെൺകൊന്തന്മാരെ പറഞ്ഞാൽ മതി. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണേക്കാൾ നല്ലത് പോയി ചത്തൂടെ എന്നുള്ള അങ്ങനത്തെ നിറയില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ മാറ്റി നിർത്തിയ കുറെ സംഭവങ്ങളുണ്ട്. ആ ഒരു ആട്ടും ആ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് കളറുള്ള ആൾക്കാരുണ്ട്. അന്നെ പോലെ എത്തിയിട്ടുണ്ടോ? എന്റെ പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് ഈ കറുത്തിട്ടാണല്ലോ. സെബി എന്താണ് രണ്ടാമത്തെ കല്യാണമാണോ? ആർക്കാണ് ദേഷ്യം കൂടുതൽ? ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വമ്പും ഒലക്കട മൂടൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര അഹങ്കാരം എന്നാണ് ആൾക്കാർ. ഉപ്പാന്റെ ഖബറും ഉമ്മമാന്റെ ഖബറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സെബി വന്നതിന് ശേഷമാണ്. പിന്നെ മറ്റേ ഉണക്കൽ പൊരി, ഇതൊക്കെ ഹസ്ബൻഡിന്റെ ജോബ്. 29. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു Q&A ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു Q&A. അപ്പോൾ ഒരുപാട് പേര് കുറേ സംശയങ്ങളായിട്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് മറുപടി തരാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ പറഞ്ഞതിന് മുന്നേ ഞങ്ങളെ പരിചയപ്പെടുത്താം അല്ലേ? അപ്പോൾ എൻ്റെ പേര് ഷെർഹാന ഷെറിൻ. എൻ്റെ പേര് ഹസൻ സെബീൽ എന്നാണ്. സെബീൽ എന്ന് എല്ലാവരും വിളിക്കുക. എല്ലാവരും വിളിക്കും. അപ്പം എൻ്റെ വീട് ചട്ടിപ്പറമ്പാണ് സ്ഥലം, മലപ്പുറം ചട്ടിപ്പറമ്പ്. ആദ്യം കുറുവേലയായിരുന്നു, പിന്നെ നമ്മൾ അവിടുന്ന് വീട് മാറി ഇപ്പോൾ പുതിയ വീട് കയറ്റിയിട്ടുള്ളത് വായക്കോടാണ്. അപ്പോൾ വായക്കോട് ചട്ടിപ്പറമ്പാണ് നമ്മൾ സ്ഥലം വരുന്നത്. ഇപ്പോൾ വളാഞ്ചേരിയാണ് സെബിയുടെ വീട്. സെബിയുടെ വീട് വളാഞ്ചേരി, പൊറമണൂരാണ്. വളാഞ്ചേരി നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാല്ലേ? ഓക്കെ. അപ്പോൾ കല്യാണം കഴിയണ വരെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യന്, ഞാൻ സിംഗിളാണോ എന്നുള്ള അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ സെബി എന്താണ് രണ്ടാമത്തെ കല്യാണമാണോ ആദ്യത്തെ കല്യാണമാണോ, സെബിക്ക് എത്ര വയസ്സായി, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. സെബിന്റെ സെക്കൻഡ് മാരേജ് ആണോ? എൻ്റെ സെക്കൻഡ് മാരേജ് ഒന്നല്ല, എൻ്റെ ഫസ്റ്റ് മാരേജ് ആണ്. അത് ചോദിക്കാനുള്ള കാരണങ്ങൾ പറയും, എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചോദിക്കണെന്നുള്ളത്. ഈ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടോ? ഞാൻ സെക്കൻഡ് മാരേജ് ആണ്, എനിക്കൊരു മോനുണ്ട്. കുറെ ആൾക്കാർ നല്ല അറിയാൻ കളിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ എൻ്റെ എല്ലാവർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഇവൾക്കൊരു മോനുണ്ട്, ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും. എന്നിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ആരോടും മാർച്ചിട്ടൊന്നും. പക്ഷെ മെയിൻ ആയിട്ട് ഒരു സംബന്ധിച്ച് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരുന്നത് ഫേക്ക് അക്കൗണ്ട് എന്നാണ്. അപ്പൊ അറിയണവരെന്നെ വെറുതെ ചൊറിയാൻ വേണ്ടിക്കാണ്ട് ചോദിക്കണതാണ്. ഓക്കെ. അപ്പൊ അടുത്തത്, കുട്ടി ആരെ കൂടെയാണുള്ളത്? കുട്ടി അൽഹംദുലില്ലാ നിക്കാഹ് കഴിഞ്ഞ മുതലേ ഞങ്ങളെ കൂടെ തന്നെ. എല്ലാവരും ഒരു സംശയമാണ് വെച്ചാൽ, ഒരുപാട് എല്ലാവർക്കും കണ്ടുമ്പോൾ നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ സ്റ്റോറി സ്റ്റാറ്റസ് ഇടുമ്പോൾ മോനോടെ അത് അറിയാം നമുക്ക്. കുട്ടി നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതലേ നമ്മുടെ കൂടെയാണ്. ഇപ്പൊ 4 മാസമായി നമ്മളെ കൂടെ. നമ്മൾ ഓനില്ലാത്തൊരു ഫോട്ടോ സ്റ്റോറി ഇട്ടാല് ഫോട്ടോ ഫസ്റ്റ് സ്റ്റോറി ഇട്ട് ഞാനും ഓന് നിൽക്കുന്ന, അതെ, ഓല് പള്ളിക്കൊക്കെ പോണതിന് മുന്നുള്ള ഫോട്ടോ ആണ് ഞാൻ ഫസ്റ്റ് സ്റ്റോറി. ഞാനും ഇവളും കൂടി നിൽക്കുന്ന ഫോട്ടോ എല്ലാവരും കമന്റ് അടിച്ചു, മോനോടെ. ആരും ഫസ്റ്റ് സ്റ്റോറി ഇട്ട ഫോട്ടോ പോയി കണ്ടിട്ടില്ല. കണ്ടോര് പറയുന്നില്ല. ഇത്താക്ക് എത്ര ഏജ്, സെവിക്ക് എത്ര ഏജ്, കുട്ടിക്ക് എത്ര ഏജ്, എത്ര ആൾക്കാർക്ക് എന്തറിയോ, ഞാൻ സെക്കൻഡ് മാരേജ് ആണല്ലോ. അപ്പൊ ഇനി സെബിക്ക് ഏജ് കൂടിയത് കാരണം കൊണ്ടാണോ സെബി ഇന്നെ കല്യാണം കഴിച്ചതെന്നുള്ള ആ ഒരു സംഭവം അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏജ് എന്താ പറയാ, അങ്ങനെ ഏജ് പറയാൻ പറ്റുന്നില്ല. ഈ വരുന്ന ഓഗസ്റ്റ് 29 വയസ്സാവും. 29? 26 വയസ്സായില്ലേ? അതെന്തിനാ ഇവിടെ പറഞ്ഞേ? 5 വയസ്സിന് വയസ്സ് കുറച്ച് പറയാൻ പറഞ്ഞല്ലേ? 29 വയസ്സായിക്കണേ. ഈ അൽഹംദുലില്ലാ ആരോഗ്യത്തോടെ ഉണ്ടാവട്ടെ, ജീവിക്കുന്ന കാലം ആരോഗ്യം ഉണ്ടായി ജീവിക്കട്ടെ. മറ്റേ 29 വയസ്സായി, ഈ ഓഗസ്റ്റിക്ക് 29 വയസ്സാവും. ഡേറ്റ് പറയുന്നില്ല. ഡേറ്റ് എന്താണ്? ആഗസ്റ്റ് 31. സർപ്രൈസ് ആയിട്ട് തരാണ്ടെങ്കിൽ എനിക്ക് സെപ്റ്റംബർ 27 ആണ് എന്റെ ബർത്ത്ഡേ വരുന്നത്. ഞങ്ങൾക്ക് എത്രാന്ന് പറഞ്ഞു? 26 വയസ്സ്. ആദ്യക്ക് വയസ്സ് 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സ്കൂളിൽ ചേർത്തോ, സ്കൂളിൽ ചേർക്കണില്ലയോ, എവിടെ പഠിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സെബിന്റെ അവിടെയുള്ള സ്കൂളിലാണ്, ചേർത്തിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡിന്റെ വീട്ടില് ഉമ്മ, അപ്പ, അനിയന്, പിന്നെ അനിയത്തി, പിന്നെ ഞങ്ങളും.
ഞാൻ ദുബായിലായിരുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്. അനിയത്തി ഡിഗ്രി പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്കാണ്, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, സെക്കൻഡ് ഇയർ ആണ്. പെങ്ങളാണ് ചെറുത്. പിന്നെ ഇപ്പൊ അമ്മ സെബിയാണ് മൂത്തത്. അത്ര തന്നെ. ഉപ്പ നാട്ടിലുള്ള ആൾ തന്നെയാണ്. നിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ, താത്ത, കാക്ക, അതന്നെ. ചെറിയ മൂളിപ്പിള്ളാണ്. കാക്ക ഗൾഫിലാണ്, ഖത്തറില്. താത്താൻ്റെ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, മോൻ്റെ പേരെന്താ? മോൻ്റെ പേര് ആദം, ആദിന്ന് വിളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആദി നാച്ചുറൽസ് എത്ര പേർക്ക് അറിയും എന്നുള്ളത് എനിക്കറിയില്ല. ആദി നാച്ചുറൽസ് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട് നമുക്ക്. ഞാൻ ഓൻ്റെ പേരിലാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാ ഇപ്പം നല്ലപോലെ പോകുന്നുണ്ട്. ആയുർവേദ പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പതുക്കെ പറയാം. നിങ്ങൾ സെബിൻ്റെ വീട്ടിലാണോ താമസിക്കുന്നത്? തീർച്ചയായിട്ടും. അത് സംബന്ധിച്ച് നിക്കാഹ് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ജസ്റ്റ് എപ്പോഴേലും എന്തെങ്കിലും പരിപാടിക്ക്, പെരുന്നാള്, അങ്ങനത്തെ സൽക്കാരം, കല്യാണം, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാന്നല്ലാണ്ട് 1-2 ദിവസം നിന്ന് വരാന്നല്ലാണ്ട് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല. അല്ല അൽഹംദുലില്ലാ അത് അവിടെ ഹാപ്പി ആയതുകൊണ്ട്, നല്ലപോലെ ആയതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിലും മോനാണെന്നുണ്ടെങ്കിലും. ഹസ്ബൻഡിന്റെ ജോബ് എന്തിനാ? ഞാൻ പെയിന്റിംഗ് ആണ്. ഇത് പെയിന്റിങ് ചെയ്തിരുന്നു. ഇപ്പോഴും പെയിന്റിങ് ചെയ്യുന്നത് ഒരു 4 പണിക്കാരെ 5 പണിക്കാരൊക്കെ ഉണ്ട്. വലിയ മുതലാളൊന്നുമല്ല, എന്നാലും പെയിന്റിങ് കൺസ്ട്രക്ഷൻ ഫുള്ള് വർക്ക് എടുത്തിട്ട് പെയിന്റിങ്, നമ്മൾ വാൾ പെയിന്റിങ് എടുക്കുക ചെയ്യുക. വീടുകളുണ്ട്, കമ്പനികളല്ല, എന്ത് ചെയ്തെടുക്കും. എൻ്റെ വർക്ക് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദി നാച്ചുറൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് നമുക്ക് ഒരു 10-14 പ്രൊഡക്ട്സ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും അതുപോലെ തടി വെക്കാനും ഒക്കെ ഉള്ള അങ്ങനത്തെ പ്രൊഡക്ട്സുകളാണ് ഉള്ളത്. മെയിനായിട്ട് ഇപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ബീട്രൂട്ട് താത്ത എന്ന് പറയും. എന്താ വെച്ചാൽ എൻ്റെ സിഗ്നേച്ചർ പ്രൊഡക്റ്റാണ് ബീട്രൂട്ട് ലേഹ്യം എന്ന് പറയുന്നത്. തടി വെക്കാനും ബ്ലഡ് വെക്കാനൊക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. നിക്കാഹ് കഴിഞ്ഞുള്ള ഫസ്റ്റ് ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ ഞാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ കൂടെ ഇവിടെ അതുണ്ട് തന്നെ ഉള്ളൂ. അല്ല വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഡിഫറൻസ് എന്ന് വെച്ചിട്ട് ഇവള് വന്നിട്ടിരിക്കും ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇക്ക് തോന്നിക്കണേ അല്ല പെരുന്നാൾ ഇവൾക്ക് വന്നിക്കണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് എന്താ കാരണം കൂടെ പറഞ്ഞു കൊടുക്കേ. പെരുന്നാൾ നിങ്ങളുടെ വ്ളോഗ് കണ്ടിക്കണോ നിങ്ങൾക്ക് അറിയില്ല. ഇത് വ്ളോഗിലുണ്ട്. എനിക്ക് അന്തം വെച്ചതിന് ശേഷം ഇതുവരെ പെരുന്നാക്ക് വെറുംചോറ് സാധനങ്ങളൊന്നും തിന്നാത്താണ്. പക്ഷെ ഇവരെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഓല ആ ഏരിയയില് മൊത്തം വെറുംചോറ്, പിന്നെ ചിക്കൻ പൊരി, കുമ്പളങ്ങ കറി, ബീഫ് ഒലത്തിയത് അല്ലേ, പിന്നെ മറ്റേ ഉണക്കല് പൊരി, ഇതൊക്കെയാണ്. അതിന്റെ സംഭവം അടിപൊളിയായിരുന്നേ. അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നോൺ വെജും വെജും കൂടെ സദ്യ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കേൾക്കാറ്. ആദ്യക്ക് വെറുംചോറ് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒന്നും ഇഷ്ടം. നെയ്ച്ചോറ് ഇഷ്ടമാണ്. ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനം ഇഷ്ടമല്ല. ബീഫും ചോറും. എന്നോട് പെരുന്നാളിന് 2 ദിവസം മുന്നേ എന്നോട് ചോദിച്ചാണ് പെരുന്നാൾക്ക് എന്താ വെക്കല്. ഉമ്മ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവര് സാധനം അങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു റബ്ബേ ഇത് വെറും ചോറ്റുക്കുള്ള സാധനങ്ങളാണ് ഇവര് കൊണ്ടുവരുന്നത്. ഉപ്പാനെന്താ വീഡിയോയില് കാണിക്കാത്തത്? ഉപ്പ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നത്. അതാണ് ഉപ്പാനെ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. അൽഹംദുലില്ലാ സെബി വന്നതിന് ശേഷമാണ് ഉപ്പാനെ ഖബറിങ്ങൾക്ക് ഞാൻ പോയത്. ഖബറിങ്ങൾക്ക് പോയിട്ട് ആദ്യമായിട്ട് കാണുന്നതും ഇപ്പോൾ ഉപ്പാൻ്റെ ഖബറും ഉമ്മമാൻ്റെ ഖബറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സെബി വന്നതിന് ശേഷമാണ്. അത് സെബിനെ കൊണ്ടുപോയതാണ്. എനിക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഇതിൽ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റൂല ഖബറിങ്ങൾക്ക് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു നിന്നുണ്ടായിരുന്നു. അപ്പോൾ സെബി അതിനിപ്പോൾ എന്താന്നൊക്കെ പറഞ്ഞിട്ട് സെബി എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായ ഒരു പെരുന്നാളെന്ന് പറഞ്ഞാൽ ഈ പെരുന്നാളായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ ഖബറ് കാണാൻ പറ്റി. കല്യാണം കഴിഞ്ഞിട്ട് അഹങ്കാരം കൂടി. എനിക്ക് ഭയങ്കര അഹങ്കാരം എന്നാണ് ആൾക്കാർ പറഞ്ഞു. എന്തിനാന്നുള്ളത് എനിക്കറിയില്ല. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ബാഡ് കമന്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കാൻ പോക്കില്ല. ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ എന്താക്കും, ഒന്നല്ലെങ്കിൽ കമന്റ് ഡിലീറ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ മൈൻഡ് ആക്കൂല. ഇപ്പൊ സെബി വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. എന്നാലും ഞാൻ മാക്സിമം ഞാൻ ഒന്നും പറയാൻ പോകില്ല. അപ്പൊ അത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അഹങ്കാരിയാണ്. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യന്, സെക്കൻഡ് മാരേജ് ഇത്ര ആർഭാടാക്കേണ്ടതുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് അല്ലേ. അതിപ്പോ ഇപ്പൊ ഞാൻ വെച്ചാൽ എൻ്റെ നിക്കാഹ് ഇത്ര അടിപൊളി നടക്കണം, എനിക്ക് നല്ലൊരു എൻട്രി വേണം, നല്ലൊരു കോസ്റ്റ്യൂം വേണം,
അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. അപ്പം അത് പോരത്തരെ അത് സെക്കൻഡ് മാരേജ് ആയിട്ട് ഫസ്റ്റ് മാരേജ് തേർഡ് മാരേജ് ആയിക്കോട്ടെ. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ലൊരു എൻട്രി വേണം, അല്ലെങ്കിൽ എൻ്റെ ആ വെഡിങ്ങിന് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ കപ്പിളായി ഫോട്ടോ എടുക്കുമ്പോൾ ഇത്ര നല്ല ക്യാമറമാൻ വേണം, ഇത്ര നല്ല ഫുഡ് നമ്മൾ ക്ഷണിച്ചവർക്ക് ഇത്ര നല്ല ഫുഡ് കൊടുക്കണം നമ്മൾ ഇഷ്ടമാണ്. ഇതിപ്പോൾ A to Z കാര്യങ്ങൾ ഇവൾ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. എന്റെ മാരേജ് എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാം. ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്നോട്? അല്ല, പറ്റിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് ഇന്നെ അറിയാത്ത ആരും എന്നെ പറ്റിച്ചിട്ടില്ല, ഇന്നെ അറിയുന്നവർ തന്നെയാണ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതിന് പറ്റിക്കണില്ല, ഇല്ല ഇപ്പൊ പറ്റിക്കുന്നില്ല, അത് സത്യമാണ്. പക്ഷെ പറ്റിച്ചിട്ടുണ്ട്, എന്നെ നല്ല രീതിക്ക് മുതലെടുത്തിട്ടുണ്ട്. അത് ഇനി പൈസന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും എന്നെ നല്ല രീതിക്ക് മുതലെടുത്തിട്ടുണ്ട്. അത് അറിയാത്തവരല്ല, നമ്മളെ മുന്നിൽ നിന്നിട്ട് നമ്മളോട് ചിരിച്ചിട്ട് ബാക്ക് കൂടെ എനിക്ക് നല്ല കുത്തിട്ടിരിക്കണേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാലേ ഞാൻ ഇവിടെ പ്രശ്നങ്ങൾ വെച്ചാൽ ട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. എന്റെ അത്ര അടുത്ത ആൾക്കാർ അത്ര ബുദ്ധിമുട്ട് എന്റെ അടുത്ത് ഫണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ എന്റെ ഇല്ലെങ്കിൽ കൂടി ഞാൻ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഐ മീൻ ഇവിടെ വെച്ച് ഒരുപാട് ആൾക്കാർ മുതലെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ശേഷം ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവന് കാര്യം പറയും, നമ്മള് ഫിനാൻഷ്യലി സ്റ്റേബിൾ, ഐ മീൻ അവർക്ക് കൊടുക്കേണ്ടതാക്കുന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ അവരെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്, അവർക്ക് ഒരു ലാഭം ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ കൂട്ടുകൂടെ നിൽക്കാറില്ല. ഇപ്പം അങ്ങനെ ഇപ്പം പറ്റിക്കാൻ കിട്ടുന്നില്ല. പണ്ട് പുറത്ത് പറ്റിച്ചിരുന്നില്ലേ, ഇവിടെ പറ്റിച്ചിട്ടുണ്ട്. നെഗറ്റിവിറ്റി നിങ്ങളെ നെഗറ്റീവ്, എന്റെ നെഗറ്റീവ് ഫസ്റ്റ് പറയാ. നെഗറ്റിവിറ്റി ഇക്കെന്താ നെഗറ്റീവ് ഉള്ളത്? ഇപ്പൊ ഈ പറഞ്ഞൊരു സംഭവം നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ അവരെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്, അവർക്ക് ഒരു ലാഭം ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ കൂട്ടുകൂടെ നിൽക്കാറില്ല. ഇപ്പം അങ്ങനെ ഇപ്പം പറ്റിക്കാൻ കിട്ടുന്നില്ല. പണ്ട് പുറത്ത് പറ്റിച്ചിരുന്നില്ലേ, ഇവിടെ പറ്റിച്ചിട്ടുണ്ട്. നെഗറ്റിവിറ്റി നിങ്ങളെ നെഗറ്റീവ്, എന്റെ നെഗറ്റീവ് ഫസ്റ്റ് പറയാ. ഇക്കെന്താ നെഗറ്റീവ് ഉള്ളത്? ഇപ്പൊ ഈ പറഞ്ഞൊരു സംഭവം നെഗറ്റീവ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കും. അവരെന്തേലും ചെയ്ത് കഴിഞ്ഞാൽ കരയും, ഈ സങ്കടപ്പെടും. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വമ്പും ഒലക്കട മൂടൊന്നും ഇല്ല, വെറുതെ കടന്ന് കൊച്ചു കാര്യങ്ങൾക്ക് കരയുക. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കരയണ കണ്ട ഭയങ്കര ദേഷ്യം വരിക, എനിക്ക് ദേഷ്യം സങ്കടം എന്നുള്ളതൊക്കെ വരിക. എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെന്തിനാ കണ്ണീര് വെക്കണം, അത്രേ ഉള്ളൂ. അവർ നെഗറ്റീവ് മാത്രമുള്ളൂ. നിങ്ങളെ നെഗറ്റീവ് പെട്ടെന്ന് ദേഷ്യം വരും. അല്ല, നമ്മൾ വിചാരിച്ചാത്ത കാര്യത്തിനേക്കാരം ദേഷ്യം അതേപോലെ തന്നെ തണുക്കും ചെയ്യും കേട്ടോ. ദേഷ്യപ്പെട്ട അതേ സ്പീഡിൽ തണുക്കും ചെയ്യും. പക്ഷെ ആ ദേഷ്യപ്പെട്ട ആ ഒരു ഈറ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ എന്താക്കും, ഞാൻ മിണ്ടാൻ പോവില്ല.